ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇതായിരുന്നു അപ്പൂൻ്റെ കസിൻ്റെ കൊച്ചിൻ്റെ പേര് വിളിയും അതുപോലെ നൂലുകെട്ട് ചടങ്ങാണ് കേട്ടോ. കൊടുങ്ങല്ലൂർ പുല്ലൂറ്റ് ഹാളിൽ 10-നും 10:30 ഉണ്ടായിരുന്ന ചടങ്ങ്. അപ്പോൾ അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായി കൊടുങ്ങല്ലൂർ ബസ് സ്റ്റോപ്പിൽ നിൽക്കുക, അപ്പോൾ ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാമെന്ന്. അങ്ങനെ ഞാൻ 10 മണിക്ക് ബസ് സ്റ്റോപ്പിലെത്തി. 10:30 കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്പ് എത്തിയത്. അപ്പോഴേക്കും ഹോളി പരിപാടി കഴിഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾക്കറിയാം. എന്നാലും ഞങ്ങൾ ചെന്നാണ് ഹോളിക്ക്. അവിടെ എത്തിയപ്പോഴേക്കും സ്വാഭാവികമായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നൂലുകെട്ട് കഴിഞ്ഞിട്ടുണ്ടായി, പേര് റിവീൽ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോഴേക്കും ഇവിടെ ഒരു കുട്ടിക്കുറുമ്പനെ കണ്ടിട്ട് അപ്പോൾ പിന്നെ അവനോടൊക്കെ കളിപ്പിച്ചും വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ മാമൻ്റെ മോളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് അപ്പൂൻ്റെ കസിൻസ് എല്ലാവരും ഉണ്ടായിട്ടാ. അപ്പോൾ അവരോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞു നിന്ന് ഉണ്ണിയുടെ ചെറിയൊരു ഫോട്ടോഷൂട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ താമര വിരിയിക്കലുണ്ടാ. അപ്പോൾ ഉണ്ണിയുടെ അമ്മയും അച്ഛനായിട്ട് താമര വിരിയിക്കണേ. അപ്പോൾ ഉണ്ണിയുടെ പേരെന്ന് പറയുന്നത് ഓജസ്വി കെ അഭിരാജ് എന്നുണ്ടാ. നല്ല പേരല്ലേ, അങ്ങനെ കേൾക്കാത്ത പേരണം. അതിന് ഇഷ്ടമായിട്ടാ. അങ്ങനെ പിന്നെ അതാ ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോൾ അത് കൊടുക്കാനായിട്ട് സ്റ്റേജിൽ കയറി ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വെച്ചിട്ടാ. അപ്പോൾ അവിടെ നിന്ന് ഉണ്ണിയുടെ അച്ഛൻ ഞങ്ങളെ കളിയാക്കണത്. ആ വലിയച്ഛനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, വാവേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കണ്ടാ. തുമ്പി മോളെന്നുണ്ടാ പേര് ഉണ്ണിയുടെ. അപ്പോൾ ഞങ്ങൾ പറയണു, അയ്യോ ഞങ്ങളെ വലിയച്ഛനെന്നൊക്കെ എത്തിട്ടാന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കണേ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഇവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് കേക്ക് കട്ടിങ് ഉണ്ടായിട്ടാണ്. അപ്പോൾ അതൊക്കെ കേക്കൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ എന്ത് ചെയ്തു, ഫുഡ് കഴിക്കായിരുന്നു. സദ്യ ചെയ്യുന്നുണ്ടാവും. 2 തരം പായസമൊക്കെ ഉണ്ടായി. പാലടയും പരിപ്പ്. ഞാൻ പരിപ്പ് കുടിച്ചില്ല, അതേപോലെ പാലട മാത്രം കുടിച്ചിട്ടാ. അത് കഴിഞ്ഞ് പിന്നെ നേരെ ഫോട്ടോ എടുക്കല് ചടങ്ങുണ്ടാ. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.